ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കലണ്ടറിലുള്ള ദിവസങ്ങളെ പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ഒരു കലണ്ടർ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം. യൗമുൽ അഹദ് എന്ന് പറഞ്ഞാൽ സൺഡേ, അതായത് ഞായർ. ഓക്കെ, യൗമുൽ അഹദ്. യൗമുൽ ഇസ്നൈൻ എന്ന് പറഞ്ഞാൽ എന്താ? മൺഡേ, അതായത് തിങ്കൾ കേട്ടോ. യൗമുൽ ഇസ്നൈൻ. യൗമു സുലാസാ യൗമു സുലാസാ എന്നും പറയാറുണ്ട്, സലാസാ എന്നും പറയാറുണ്ട്, രണ്ടും പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ടും പറയുന്നത്. സുലാസാ ട്യൂസ്ഡേ ട്യൂസ്ഡേ. യൗമുൽ അർബിയാ വെനസ്ഡേ, ബുധൻ. യൗമുൽ അർബിയാ ബുധൻ. ഓക്കെ, വെനസ്ഡേ. ഓക്കെ. യൗമുൽ ഖമീസ് തേഴ്സ്ഡേ, അതായത് വ്യാഴം. യൗമുൽ ജുമുഅ ഫ്രൈഡേ, വെള്ളി. യൗമുൽ ജുമുഅ ഉള്ള ദിവസം, ജുമുഅ ഖുതുബക്കൊക്കെ പോണ, വെള്ളിയാഴ്ചക്ക് ജുമുഅക്കൊക്കെ പോണ ദിവസം ഫ്രൈഡേ. ഓക്കെ. യൗമുൽ സബ്ത് സാറ്റർഡേ. അപ്പോൾ ഇതാണ് ദിവസങ്ങൾ. അപ്പോൾ ഇനി ഇത് പഠിക്കാനുള്ളൊരു ചെറിയൊരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു കോഡ് ആണ് പറയുന്നത്. ആദ്യം ഞായറാണ്. അതാണ് ഒന്നാമത്തെ ദിവസം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ വാഹിദ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വാഹിദ്, കുൽഹു അല്ലാഹു അഹദ്. അപ്പോൾ ഒന്ന് എന്നുള്ള അർത്ഥമാണ് അല്ലേ? അഹദ്, വാഹിദ്. അപ്പോൾ അതിമെന്നാണ് തുടങ്ങുന്നത്, ഞായറുമെന്നാണ് തുടങ്ങുന്നത് എന്ന് വിചാരിച്ചാൽ മതി. അപ്പം ഞായർ 1. ഇസ്നൈനി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അതെന്താണ്? 2 അല്ലേ? അപ്പോൾ തിങ്കൾ 2 ഇസ്നൈനാണ്. ഓക്കെ. സുലാസാ അല്ലെങ്കിൽ സലാസാ, അപ്പം മൂന്നാമത്തെ ദിവസമാണ് ചൊവ്വ. ഓക്കെ, മൂന്നാമത്തെ ദിവസമാണ് ചൊവ്വ. നാലാമത്തെ ദിവസമാണ് ഏത്? നമ്മുടെ ബുധൻ. നാലാമത്തെ ദിവസമാണ് നമ്മുടെ ബുധൻ. ഓക്കെ, വെനസ്ഡേ എന്ന് പറയുന്നത്. യൗമുൽ ഖമീസ് തേഴ്സ്ഡേ ഏതാ? വ്യാഴം. അത് 5ാമത്തെ ഖംസ അല്ലേ? ജുമുഅ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജുമുഅ ഖുതുബുള്ള വെള്ളിയാഴ്ച, ജുമുഅ ഒക്കെ ഉള്ള ദിവസം അല്ലേ? സബ്ത് സാറ്റർഡേ. ഇത് പിന്നെ ഖുർആനിൽ വന്നൊരു വാക്കാണ് സബ്ത്. ഇതിൽ കുറച്ചൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ജുമുഅ, ഖുർആനിൽ ഒരു സൂറത്തിൻ്റെ പേര് തന്നെ ജുമുഅ എന്നാണ്. ഓക്കെ. സബ്ത് എന്താണ്? സാറ്റർഡേ. അപ്പോൾ ആ ദിവസത്തിന് അങ്ങനെ പേര് വരാനുള്ള കാരണമൊക്കെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, സബ്ത്. ഓക്കെ. അപ്പോൾ ഇത് പഠിക്കാൻ ഇപ്പോൾ മനസ്സിലായില്ല. 5 ദിവസങ്ങൾ ആ ഒരു അക്കത്തിൻ്റെ ഇതിൽ തന്നെയാണ് വരുന്നത്. അഹദ്, ഇസ്നൈനി, സുലാസാ, അർബിയാ, ഖമീസ് വരെ എന്താണ് 5 എണ്ണം ഉണ്ടാവും. പിന്നെ ജുമക്ക് ഉള്ള ദിവസമാണ്. പിന്നെ സബ്ത്ത് 7ാമത്തെ ദിവസമാണ് അല്ലേ? 7-ന് എന്താ പറയുക? സബ്അ എന്നാണ് പറയുക, സബ്അ എന്നാണ്. അപ്പോൾ അതിന് മാറ്റിയിട്ട് അവിടെ തായാക്കി കൊടുത്താൽ മതി. ഒരു കോഡ് മാത്രമാണ് പറഞ്ഞത്, അതിന് മാറ്റിയിട്ട് തായാക്കി കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ അങ്ങനെ പഠിക്കാം. പിന്നെ ഇത് ഡിസംബർ മാസം അല്ലേ? അപ്പോൾ ഡിസംബർ മാസത്തിൽ എന്താ പ്രത്യേകത? നമ്മുടെ അറബി ഭാഷാ ദിനാണ്. അൽ യൗമുൽ ആലമി ലിലുഗത്തിൽ അറബിയ. അറബി ഭാഷാ ദിനമാണ് നമ്മുടെ ഡിസംബർ 18-നാണ് കേട്ടോ. ഡിസംബർ 18-നാണ് അറബി ഭാഷാ ദിനം. അപ്പോൾ ഡിസംബർ 18-ന് നമ്മൾ കാനൂനുൽ അവൽ എന്ന് പറയാറുണ്ട്. എന്താ പറയുക? കാനൂനുൽ അവൽ എന്ന് പറയാറുണ്ട്. അതും കൂടി കൂട്ടത്തിൽ പറയുകയാണ്. ഇതാണ് നമ്മുടെ ദിവസങ്ങൾ. ഓക്കെ. അപ്പോൾ വീഡിയോ കണ്ടവർക്കൊക്കെ താങ്ക് യു.